വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. റെട്രോ സിനിമ കണ്ടിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ ഒരു ലൈക്കൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനാകും, ഓപ്പൺ ചെയ്യാനും ആകും. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലെ നല്ല വശം അതേപോലെ മോശം വശം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഈ സിനിമയ്ക്ക് ഞാൻ ഒറ്റ വശമേ പറയുന്നുള്ളൂ. എല്ലാ വശവും കൂടി ഒറ്റ വശമായിട്ട് പറയാൻ പോവുകയാണ്. ഈ സിനിമ കാർത്തിക് സുബ്ബരാജാണ് ഇതിൻ്റെ കഥ എഴുതി ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ മ്യൂസിക് സന്തോഷ് നാരായണനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേക രീതിയിലുള്ള ടങ്കടക്കട പറഞ്ഞിട്ടൊരു മ്യൂസിക്കാണ് കേട്ടോ. ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണിത്. അപ്പോൾ അതിന് തകുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായൊരു മ്യൂസിക്കാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ആ മ്യൂസിക് നമുക്ക് രസമുണ്ട്. പിന്നെ ഞാൻ അതവിടെ ഇരിക്കട്ടെ, ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാൻ പോവാണ്. കാർത്തിക് സുബ്ബരാജിനെ ഓർത്തിട്ട് എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അദ്ദേഹം എഴുതിയ ഈ കഥയുടെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മളത് കീറിയിട്ട് വേസ്റ്റ് ബോക്സിൽ ഇങ്ങനെ ഇട്ടാൽ വേസ്റ്റ് ബോക്സ് നമ്മളെ ചീത്ത പറയും. കാരണം അതിനേക്കാളും വേസ്റ്റായ ഒരു കഥ, ഒരു അളിഞ്ഞ കഥ, വേസ്റ്റ് ബോക്സ് കരഞ്ഞു പോകും. അത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലും ഇടാൻ പറ്റില്ല. അതുപോലത്തെ ഒരു കഥ എഴുതി അങ്ങേര് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് കഥയായത്? ഊളക്കഥ. ഈ സിനിമയുടെ ഇടവേള വരെയും, ഇടവേളയ്ക്ക് ശേഷം എന്താണെന്ന് ഞാൻ പറയാം, അതിന് മുമ്പ് ഇടവേള വരെ ഇതിൽ ഒരുത്തൻ, ഈ സിനിമ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടത് ലവിനാണ് പ്രാധാന്യം എന്നാണല്ലോ. അതായത് ഹീറോയിനെ ഹീറോ സ്നേഹിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടാണെന്ന്. പക്ഷേ ഈ സിനിമയിലൊരു കാര്യമുണ്ട് കേട്ടോ. ട്രെയിലറിൽ കണ്ട പോലെയല്ല, സിനിമ മുഴുവൻ ആക്ഷനാണ്. ആക്ഷൻ കൊണ്ട് പൂരമാണ്. സൂര്യയ്ക്ക് നല്ല പണി ഇതിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആക്ഷനൊക്കെ ഇടവേളയ്ക്ക് ഈ സിനിമയുടെ ഒരു ഭാഗം വരെയുള്ള ആക്ഷനൊന്നും നമുക്ക് ഒരു വ്യക്തമായി കാണാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ ഒരു ആക്ഷനാണ്. അതൊരു സുഖമില്ലായിരുന്നു. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പുരോഗമിക്കും തോറും സൂര്യയ്ക്ക് നല്ല ആക്ഷനുണ്ട് അവസാനം വരെ. പക്ഷേ ഈ ആക്ഷൻ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. ആക്ഷൻ രസമുണ്ടെങ്കിലും സിനിമയുടെ ഈ ഒലക്കേത്ത കഥ കാരണം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഒരുത്തൻ ഒരുത്തിയെ ഈ സിനിമയിൽ രക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരുത്തിക്ക് അവനെ വേണ്ട, അവനെ ഇഷ്ടമില്ല. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കുട്ടീനെ ഒരാൾ രക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ നന്ദി ആ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, അതായത് ഒന്ന് ആലോചിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും അതിനൊരു നന്ദി കാണിക്കില്ലേ? ഇവൻ്റെ അടുത്ത് ഇവനെ വേണ്ട അത്രേ. ഈ സിനിമയുടെ കഥ കണ്ടിട്ട് എനിക്ക് അതങ്ങനെ ചൊറിഞ്ഞു വന്നിട്ട്, അതേപോലെ ഒരുത്തൻ ഈ സിനിമയുടെ ആദ്യം തന്നെ മറ്റൊരുത്തനെ രക്ഷിക്കുന്നുണ്ട്. ആ രക്ഷിക്കുന്നവനെ തന്നെ ആ രക്ഷപ്പെടുന്നവൻ പറയാണ് അവൻ ഇപ്പം തീർന്നാൽ മതിയെന്ന്. എന്നിട്ട് അവനും ഇവനെ പുല്ലുവില, അവനും അവനെ വേണ്ട. എന്നിട്ട് അങ്ങനെ ഈ സിനിമയിലെ പാരിവേൽ കണ്ണൻ എന്ന ആ നായക കഥാപാത്രം ആർക്കും വേണ്ടാത്തവനായിട്ട് ഒരു ന്യായവും ധർമ്മവും ഇല്ലാത്ത ഈ കഥയിലൂടെ അങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങി ലൊക്കേഷൻ തന്നെ ചേഞ്ചായി വേറെ രീതിയിലേക്ക് കഥ കാർത്തിക് സുബ്ബരാജ് എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും കേവലമായ രീതിയിൽ ഈ കഥ എന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലവിനും പ്രാധാന്യമില്ല, ആരും സ്നേഹത്തിനും ഇല്ല, ഒരു ന്യായം ധർമ്മം ഒന്നിനും തന്നെ പ്രാധാന്യമില്ലാതെ കുറേ അടിയും പിടിയുമായിട്ട് അങ്ങനെ പോകുന്നു എന്നല്ലാതെ ഒരു സുഖമില്ലാതെ പോകണം. അപ്പോൾ അതിനൊരു കാരണം ഇടവേളയ്ക്ക് ശേഷം ഈ സിനിമയുടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഇത് 2.25 മണിക്കൂർ ഉണ്ട് കേട്ടോ, 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിനൊരു കാരണം എന്താണെന്ന് ഇവർ പറയുന്നത്. ആ കാരണം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാൽ ഈ സിനിമ 2 മണിക്കൂറോളം ഇതേപോലെ പോയതുകൊണ്ട് നായികേനെ കണ്ടാലും ദേഷ്യം വരുന്നു. ഇതിൽ മറ്റൊരാളുണ്ട്, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, സിനിമയുടെ ഫസ്റ്റ് തന്നെ തടിച്ചിട്ട് ഒരാളുണ്ട്, അദ്ദേഹം ആരാന്ന് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തെ കണ്ടാലും ദേഷ്യം വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യ വെറുതെ ഒരു എന്താ പറയുക, പാടത്ത് വെച്ചിരിക്കണം നോക്കുകൂത്തി പോലെ എന്തൊക്കെയോ കാണിക്കേണ്ടി വരികയാണ്. അങ്ങനത്തെ ഒരു കഥ എനിക്ക് ഈ കഥ ഇഷ്ടമായില്ല. ഇതുപോലെ കാർത്തിക് സുബ്ബരാജ് എഴുതി വെക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. പിന്നെ അവസാനമായപ്പോൾ അതിനൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണവും ഇതൊക്കെ വന്നെങ്കിലും ആ കാരണവും നമുക്ക് അങ്ങോട്ട് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഇങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ 2 മണിക്കൂറോളം ഈ 2 കഥാപാത്രങ്ങളെയും പിന്നാലെ പോകുന്ന നായകനോട് ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള ചിന്ത തന്നെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയെ എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. കങ്കുവ സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം പറഞ്ഞാൽ ഒരു പയ്യനോടുള്ള സ്നേഹം, അതിലെ ഒരു രാജാവിന് ചെയ്യേണ്ട ഒരു കടമയിലൂടെ നീങ്ങുന്ന ഒരു സിനിമയായിരുന്നു കങ്കുവ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പയ്യനെ രക്ഷിക്കുമെന്ന് അവൻ്റെ അമ്മയ്ക്ക് അവൻ വാക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിലെ നായകനായ കങ്കുവ അവനെ മാക്സിമം 2ാം ജന്മത്തിൽ പോലും രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു സംഭവം അതിലുണ്ട്. അത് പക്ഷേ ആരും അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ സൂര്യ സ്നേഹമേ ഇല്ലാത്ത, സ്നേഹത്തിന് ഒരു വിലയും കൊടുക്കാത്ത ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമ എവിടെ, ഈ സിനിമയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം കങ്കുവ സിനിമയിൽ ഒരു ന്യായധർമ്മവും ഒരു കാര്യങ്ങളോ അതിൽ സീരിയസ് ആയ കാര്യങ്ങളുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് അത്ര സുഖം ഇല്ല എന്നാണെങ്കിൽ ആ സിനിമ എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാതെ പുരോഗമിക്കുകയാണ്. എന്നിട്ട് അവസാനമാകട്ടെ ഇതിൽ ഈ സിനിമയിൽ കുറേ പേരെ ചിരിപ്പിക്കാൻ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ തന്നെ കുറേ എന്തൊക്കെയോ കോപ്പറാട്ടി തരം കാണിക്കുന്നുണ്ട്. അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല, സിനിമ കണ്ട് മനസ്സിലാക്കുക. ആരും ചിരിക്കുന്നില്ല, നമ്മളും ചിരിക്കുന്നില്ല. ചിരി വരണ്ടേ? അവസാനം എല്ലാം കൂടി ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് അവർ ചിരിക്കുന്ന കണ്ടാൽ നമ്മൾ തലചൊറു ഒന്ന് ചിരി നിർത്തുമോ? കാരണം ഞങ്ങൾക്ക് പോകാനുണ്ട് പറഞ്ഞിട്ട് കുറച്ച് പേര് എഴുന്നേറ്റ് പോയി. എന്നാലും ഞാൻ ക്ലൈമാക്സ് അറിയണ്ടേ ഇരുന്നു. അവസാനം നമ്മുടെ ജയറാമേട്ട ഒരു കോമഡി പറയുന്നുണ്ട്, അതിന് മാത്രം ഞാൻ ചിരിച്ചു. അതിൽ ചിരിക്കാനുണ്ട്. 2 കാര്യങ്ങൾക്ക് ചിരിച്ചിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഒന്ന് ജയറാമേട്ടൻ്റെ ഒരു കോമഡി, മറ്റൊന്ന് ഇങ്ങനെ ഒരു ഊളക്കഥയുള്ള പടമാണല്ലോ കാർത്തിക് സുബ്രാജ് എഴുതി വെച്ച് അത് കാണേണ്ടി വന്നത് എന്ന് ഓർത്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ ഒരു ആവറേജ് പറയാൻ പോലും എനിക്കാവില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ്. എനിക്ക് ഈ സിനിമയുടെ കഥ അത്രയ്ക്ക് സുഖിച്ചില്ല, ഇഷ്ടമായില്ല. പക്ഷേ സൂര്യ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അതിനെ ഡീഗ്രേഡിങ് ചെയ്ത് ഒന്നും ഇല്ലാതാക്കി കളയുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും? പാവം, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം തന്നെ അറിയാതെ ഒരു കഥ കിട്ടിയിട്ട് അത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീലായത്. എങ്ങനെയോ 2.25 മണിക്കൂർ അവിടെ സഹിച്ചിരുന്ന് കണ്ടിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. എൻ്റെ അഭിപ്രായം ഇതാണ്.